പരിമിതികൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവം. മനുഷ്യനും പിശാചും നിന്റെ മുമ്പിൽ വെച്ച സകല പരിമിതികളെയും കർത്താവ് പൊളിച്ചു കളയട്ടെ. മനുഷ്യനും പിശാചും നിന്റെ മുമ്പിൽ വെച്ച സകല പരിമിതികളെയും ദൈവം പൊളിച്ചു കളയട്ടെ. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് 10 മുതൽ വായിച്ചാട്ടെ പാസ്റ്ററെ. ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങൾ ഓരോരുത്തരും ശബ്ബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. 10-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ ആ പള്ളിയിൽ 18 സംവത്സരമായി രോഗത്തിന്റെ ആത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നെന്നും പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. പള്ളിയിലുള്ളവർക്കെല്ലാം അവനോട് നീരസമുണ്ടായി. ശബ്ബത്തിൽ സൗഖ്യമാക്കിയത് എന്തിന്? 6 ദിവസമുണ്ടല്ലോ പ്രവർത്തിക്കുവാൻ, എന്നാൽ ശബ്ബത്തിൽ ഇങ്ങനെ ചെയ്തത് എന്തിന് എന്ന് അവർ നീരസപ്പെട്ട് ആലയത്തിൽ വലിയ ബഹളം ഉണ്ടാക്കി. കർത്താവ് അതിന് തക്കതായ മറുപടിയും അവർക്ക് കൊടുത്തു. എൻ്റെ വിഷയം ഇതൊന്നുമല്ല. എൻ്റെ വിഷയം 10-ാം വാക്യമാണ് പ്രധാനമായിട്ടും. ഒരു ശബ്ബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. എന്താണ് യഹൂദന്മാരെ സംബന്ധിച്ച് ശബ്ബത്ത് ദിവസത്തിന്റെ പ്രത്യേകത? ഒരു യഹൂദനെ സംബന്ധിച്ച് ശബ്ബത്ത് ദിനം സ്വസ്ഥമായിരിക്കുവാനുള്ള, ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസമാണ്. ഒരു പ്രവൃത്തികളിലും ഒരു പ്രവർത്തനങ്ങളിലും അവൻ ഏർപ്പെടാൻ പാടില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഇവരാരും ഈ ശബ്ബത്ത് ദിവസത്തിൽ ഒരു സൗഖ്യമോ ഒരു വിടുതലോ ഈ പള്ളി ഇരിക്കുന്ന ഒരെണ്ണം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചരിത്രത്തിൽ ഇതുവരെ ശബ്ബത്ത് ദിവസത്തിൽ വൈദ്യവൃത്തി നടത്തിയിട്ടില്ല. ശബ്ബത്ത് ദിവസത്തിൽ ഒരു പ്രവൃത്തികളും ചെയ്യാറില്ല. ഹല്ലേലൂയ. ശബ്ബത്ത് ദിവസത്തിൽ ഇവർ തോറ വായിച്ച് കേൾക്കുന്നതല്ലാതെ, പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വിടുതലുകളെ കുറിച്ചോ സൗഖ്യത്തെ കുറിച്ചോ അത്ഭുതത്തെ കുറിച്ചോ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു കൂട്ടത്തിന്റെ നടുവിൽ സകല നിബന്ധനകളെയും തകർത്ത് സകല പ്രതീക്ഷകളെയും പൊളിച്ച് നസ്രായൻ 18 വർഷം കൂനയായിരുന്ന സ്ത്രീയെ മുൻപിലേക്ക് വിളിക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, നീ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ
നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ, നീ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ, നിന്റെ ജീവിതത്തിൽ നീ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത ചിലത് ഇന്ന് പകൽ ആത്മതലങ്ങളിൽ ആത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് പകൽ തുറക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രതീക്ഷിക്കാത്ത വിധികൾ, പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ, പ്രതീക്ഷിക്കാത്ത കരുതലുകൾ, പ്രതീക്ഷിക്കാത്ത മിറക്കിളുകൾ നിന്റെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ ആരോഗ്യ മേഖലകളിൽ, നിന്റെ ആത്മീക മേഖലകളിൽ ഇന്ന് പകൽ ദൈവത്താൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ നീ ചിന്തിച്ചിട്ടില്ലാത്ത, പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തത് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ യേശുവിന്റെ കരത്താൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. കർത്താവിന്റെ ശക്തി ഞാൻ അനുഭവിക്കുകയാണ്. സകല നിബന്ധനകളെ മനുഷ്യനും പിശാചും വെച്ച സകല നിബന്ധനകളെയും ഇന്ന് പകൽ സ്വർഗം തകർത്തുകളഞ്ഞു. ശബത്തിൽ വൈദ്യവൃത്തി നടത്താൻ പാടില്ല. മുനി യഹൂദന്മാരുടെ സിസ്റ്റം, സമ്പ്രദായം ഭയങ്കരമാണ്. പാലക്കാട് ജില്ലയുടെ അത്രയും പോലും വലിപ്പം ഇല്ലാത്ത, കേവലം കൊല്ലം ജില്ലയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഉലകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഇവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് നിൽക്കുക. യേശു കർത്താവ് ഈ സാഹചര്യത്തിൽ സകല നിബന്ധനകളെയും പൊളിച്ചു കളഞ്ഞു. അന്നത്തെ ദിവസം ഒരു ഹീലിംഗും ഒരു ഡെലിവറൻസും ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ക്രൗഡിന്റെ ഇടയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് കോളിംഗ് ഉണ്ടായി. ആ അൺഎക്സ്പെക്റ്റഡ് കോളിംഗ് എന്ന് പറഞ്ഞാൽ 11ാമത്തെ വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ, എവിടെ? ആ പള്ളിയിൽ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒട്ടും നിവരുവാൻ കഴിയാതെ, ഒട്ടും നിവരുവാൻ കഴിയാതെ അവിടെ. ഇനി അതിൻ്റെ ഒരു സിസ്റ്റം കൂടെ ഞാൻ പറയാം. വാക്യം നേരമില്ല, സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കൂനർ, മുടന്തർ ഇവർ ആലയത്തിന് പുറത്തായിരിക്കണം. കുഷ്ഠരോഗി പാളയത്തിന് പുറത്തായിരിക്കണം. രക്തസ്രവമുള്ള സ്ത്രീകൾ ആരെയും തൊടാൻ അന്നത്തെ കാലത്ത് പാടില്ല. അതുകൊണ്ടാണ് ആ രക്തസ്രവമുള്ള സ്ത്രീ ആരും കാണാതെ പുറകിലൂടെ വന്ന് പുരുഷാർത്ഥത്തിന്റെ ഇടയിലൂടെ പോയി കർത്താവിന്റെ വസ്ത്രത്തിന് തമ്മിലെ തൊട്ട്. അപ്പൊ ഈ സ്ത്രീ, ഇത് പള്ളിയാണെങ്കിൽ, കാണുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഇത് പള്ളിയാണെങ്കിൽ ഇവൾ ഒരിക്കലും ഈ ക്രൗഡിന്റെ ഇടയിൽ ഇല്ല. കാരണം രോഗം പാപമാണ്, എന്തോ ന്യായവിധിയാണ് എന്നാണ് അവരുടെ അന്നത്തെ ചിന്ത. ആ രോഗം ബാധിച്ചവൻ ഈ പരമവിശുദ്ധന്മാരുടെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല. അവർക്ക് അന്നത്തെ കാലത്ത് സെപ്പറേറ്റ് പ്ലേസുകളുണ്ട്. അതാണ് ഈ 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. ആ 5 മണ്ഡപങ്ങളിൽ വിവിധ തരത്തിലുള്ള ഇവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിടും. ഹല്ലേലൂയ. കുഷ്ഠരോഗികളെ സെപ്പറേറ്റ് ചെയ്തിടും, ഇങ്ങനെയുള്ള രോഗികളെ സെപ്പറേറ്റ് ചെയ്തിടും. ഉറപ്പായും ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തല്ലായിരുന്നു. അടുത്തായിരുന്നെങ്കിൽ 12ാം വാക്യം അങ്ങനെ വരുമോ? അടുക്കെ വിളിച്ചെന്ന്. ഞാനിവിടെ നിൽക്കുകയാണ്, ഞാൻ ആശിഷിനെ എൻ്റെ അടുക്കൽ വിളിക്കുമോ? കാരണം എന്നാണ്? ആശിഷ് എൻ്റെ അടുത്താണ്. ആ ബ്രദറിന്റെ അടുക്കൽ വന്നേ. നിങ്ങളെല്ലാം നോക്കിയില്ലേ? എന്താ അതിന്റെ കാരണം? ആ ബ്രദർ ദൂരെയാണ്. യേശു അവളെ തൻ്റെ അടുക്കൽ വിളിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചിന്തയിൽ അവൾ വളരെ ദൂരെയാണ്. മുൻപിൽ ഒരുപാട് പേരുണ്ട്, അകത്ത് പലരുമുണ്ട്. പക്ഷേ യേശു കർത്താവിൻ്റെ കണ്ണുകൾ ഉടക്കിയത്, യേശു നോക്കിയത് എല്ലാം തികഞ്ഞ ഈ വിശുദ്ധന്മാരെ അല്ല, ഇതിനകത്തിരിക്കുന്ന വലിയ പുള്ളികളെ അല്ല. യേശുവിന്റെ കണ്ണ് ഉടക്കിയത് ആവശ്യക്കാരിയാ.
ഇന്ന് പകൽ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവനായ ഒരു വ്യക്തിയെങ്കിലും ഇന്ന് പകൽ ആവശ്യബോധത്തോടെ, സൗഖ്യത്തിന്റെ ആവശ്യബോധത്തോടെ, വിടുതലിന്റെ ആവശ്യബോധത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കണ്ണുകൾ നിന്റെ മേളിൽ ഇന്ന് പകൽ പതിക്കുകയാണ്. ഞാൻ ആ വാക്കിൽ നിന്ന് പ്രധാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. യേശു അവളെ കണ്ടു. യേശു പ്രശ്നത്തിലിരിക്കുന്നവളെ, വേദനിക്കുന്നവളെ, നിന്നെ അനുഭവിക്കുന്നവളെ, പുറത്താക്കപ്പെട്ടവളെ, അവഗണിക്കപ്പെട്ടവളെ യേശു കണ്ടു. മക്കളെ, ആരും നിന്നെ കണ്ടില്ലെങ്കിലും എന്റെ കർത്താവ് നിന്നെ കാണുന്നുണ്ട്. കർത്താവ് നിന്നെ കാണുന്നുണ്ട്. കർത്താവ് നിന്റെ ആവശ്യങ്ങളെ കാണുന്നുണ്ട്. യേശുവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്, അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അടുക്കൽ വിളിക്കും. എല്ലാരും ഒന്ന് പറയാമോ? അവൻ കണ്ടിട്ടുള്ളവരെയാണ് അവൻ വിളിക്കുന്നത്. പറഞ്ഞേ, അവൻ കണ്ടിട്ടുള്ളവരെയാണ് അവൻ വിളിക്കുന്നത്. ഇന്ന് പകൽ കർത്താവ് അപ്പച്ചൻ നിന്നെ വിളിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് നിന്നെ വിളിച്ചതാണോ? നിന്റെ കുടുംബത്തിനകത്തുനിന്ന്, പാരമ്പര്യത്തിനകത്തുനിന്ന്, ജാതീയമായ അജ്ഞതകളിൽ കിടന്ന നിങ്ങളെ കർത്താവ് വിളിച്ചതാണോ? വിളിച്ചതാണോ? വിളിച്ചതാണെങ്കിൽ നീ ഉറപ്പിച്ചോ, അവൻ നിന്നെ കണ്ടതാണ്. വിളിച്ചതാണെങ്കിൽ ഉറപ്പിച്ചോ, അവൻ നിന്നെ കണ്ടതാണ്. അവൻ കണ്ടതിനെ അവൻ വിളിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഞാൻ വെറുതെ വന്ന് ഈ ആരാധനയിൽ ഇരിക്കുകയല്ല. ഞാൻ വെറുതെ വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയല്ല. ഞാൻ വെറുതെ വന്ന് കൈകൊട്ടുകയല്ല. ഞാൻ വെറുതെ വന്ന് സ്തുതിക്കുകയല്ല. ഞാൻ വെറുതെ വന്ന് പാടുകയല്ല. എന്റെ ദൈവം എന്റെ കുടുംബത്തെ കണ്ടതാണ്. എന്റെ ദൈവം എന്നെ കണ്ടതാണ്. എന്റെ യേശു എന്നെ കണ്ടതാണ്. അതല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും, മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ വന്ന പ്രിയ മകളോട്, ആദ്യമായി പ്രാർത്ഥനയിൽ വന്ന പ്രിയ മകനോട് ദൈവം തമ്പുരാൻ പറയുന്ന, മക്കളെ, നിങ്ങൾ വെറുതെ വന്നതല്ല. നിങ്ങൾ ഒരു പക്ഷേ പ്രാർത്ഥിപ്പിക്കാനോ പ്രാർത്ഥന കൂടാനോ ഒക്കെ വന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ചങ്കുറപ്പോടെ, വിശ്വാസത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സർവശക്തനായ ദൈവമായ യേശു കർത്താവ് എന്നെ കണ്ടു, എന്നെ കണ്ടു, എന്നെ കണ്ടു. അവന്റെ കണ്ണുകൾ എന്നെ കണ്ടു. അതുകൊണ്ട് ഞാൻ അവനാൽ വിളിക്കപ്പെട്ടു. ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ട്. ആ ബ്രദർ ഒന്ന് മുന്നിലേക്ക് വന്നേ. സിബി മുന്നിലേക്ക് വന്നേ. പുറകിൽ മുന്നിലേക്ക് വന്നേ. കണ്ടോ? എല്ലാവരും നോക്കിയേ. കണ്ടോ? നോക്കുന്നുണ്ടോ? എല്ലാവരും നോക്കുന്നുണ്ടോ? ബാക്കിയുള്ളവരെ ശ്രദ്ധിച്ച് എല്ലാവരും അവനെ നോക്കുന്നുണ്ടോ? താങ്ക് യു മോനെ. അത്രയേ ഉള്ളൂ. നിന്നെ വിളിച്ചപ്പം, മോനെ, നിന്നെ വിളിച്ചപ്പം, മക്കളെ, നിന്നെ വിളിച്ചപ്പം ഇവരെല്ലാം എന്നിൽ നിന്ന് കണ്ണെടുത്ത് നിന്നെ നോക്കി. ഞാൻ ആരെയാ വിളിച്ചെന്ന്. ഇതുപോലെ യേശു അവളെ വിളിച്ചപ്പോൾ, യേശു അവളെ വിളിച്ചപ്പോൾ അവളെ അവഗണിച്ചിട്ടിരുന്നവരെല്ലാം അവളെ നോക്കി. ഇന്ന് പകൽ ആരും ശ്രദ്ധിക്കാതെ കിടന്ന നിന്റെ ഭവനം ശ്രദ്ധേയമാകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ ഒരു സ്പെഷ്യൽ കേസ് ആകാൻ പോവുകയാണ്.
ഹല്ലേലൂയ. Hallelujah. ശരിയല്ലേ ബ്രദറെ? Yes. സഹിച്ച ശരിയല്ലയോ? Jesus. സിസ്റ്റർ ശരിയല്ലയോ? കർത്താവ് നിന്നെ വിളിച്ചത് കൊണ്ട് ഇതുവരെ ശ്രദ്ധിക്കാത്ത കുടുംബക്കാരല്ല ഇപ്പൊ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? Yes. കർത്താവ് നിന്നെ വിളിച്ചത് കൊണ്ട് ഇതുവരെ നീ എവിടാന്ന് പോലും അറിഞ്ഞുകൂടാത്ത പള്ളിക്കാരെല്ലാം നിന്നെ തിരക്കിക്കൊണ്ടിരിക്കുകയല്ലയോ? കർത്താവ് നിന്നെ വിളിച്ചത് കൊണ്ട് ഇപ്പൊ പല ആളുകളുടെയും ക്യാമറ നിന്റെ വീട്ടിലോട്ട് തിരിച്ചു വെച്ചിരിക്കുകയല്ലയോ? എന്നാൽ അവരെ കാണാൻ പോവാ നീ തല ഉയർത്തി പിടിക്കുന്നു. Oh, yes. Receive it. Shall receive it. Well, brother. എത്ര പേർക്ക് ഇത് ആത്മാവിൽ കാണാൻ കഴിയുന്നു? We receive it. യേശു അവളെ വിളിച്ചപ്പോൾ, Amen. യേശു അവളെ വിളിച്ചപ്പോൾ ഉറപ്പാണ് അവളതെ ഇങ്ങനെ വളഞ്ഞുകൂടി കൂനിക്കൂടി ആ പള്ളിക്കകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോ പള്ളിയിലിരുന്ന മുഴുവൻ ആളുകളും അവളെ നോക്കിയിട്ടുണ്ട്. പറഞ്ഞേ നല്ലതിനാ, നോക്കട്ടെ, ഇവനെല്ലാം നോക്കട്ടെ, ഇവിടെ എന്തുവാ നടക്കുന്നേ, നമുക്കിനി എന്തുവാ സംഭവിക്കാൻ പോന്നേ, എല്ലാവരും നോക്കിയിരുന്നോ. മക്കളെ, കർത്താവാണോ വിളിച്ചേ? യേശു ആണോ അടുക്ക വിളിച്ചേ? യേശു ആണോ കണ്ടേ? ഒരുത്തനും ഒന്നും നോക്കാനില്ല. നിവർത്താനാ വിളിച്ചെങ്കിൽ നിവർത്തിയിരിക്കും. എന്റെ മക്കളെ, എന്റെ പ്രാർത്ഥന ഇത്രയില്ല. കർത്താവേ, നീ എന്നെ കണ്ടല്ലോ. എന്റെ സന്തോഷം അതേ ഉള്ളൂ. എന്റെ കർത്താവേ, നീ എന്നെ കണ്ടല്ലോ. നീ എന്നെ കണ്ട, എനിക്ക് അത്രയും മതി. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. യോഹന്നാൻ 9:1 എഴുതിയിരിക്കുന്ന കണ്ടു. അത്രയും മതി. കണ്ടു കഴിഞ്ഞാൽ, അവന്റെ കണ്ണ് എന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനാ കാര്യങ്ങൾ തീരുമാനിക്കും. ഈ സഭയെ കർത്താവ് കണ്ടതാ. ഈ കൂട്ടായ്മയെ ദൈവം നട്ടതാ. ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ കണ്ടതാ. മക്കളെ, ചങ്കത്ത് കൈവച്ച് പറയണം, എന്നെ കണ്ട പിതാവേ യേശുവേ, അങ്ങയ്ക്ക് നന്ദി. പുറംപറമ്പിൽ എറിയപ്പെട്ട എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, അവഗണിക്കപ്പെട്ട എന്നെ, ഒരുത്തനും ശ്രദ്ധിക്കാതെ കിടന്ന എന്നെ, അഖിലാണ്ടത്തിന്റെ ഉടയവനേ, നിന്റെ കണ്ണുകൾ എന്നെ കണ്ടല്ലോ. നിന്റെ കണ്ണുകൾ എന്നെ കണ്ടല്ലോ. നിന്റെ കണ്ണുകൾ എന്നെ കണ്ടല്ലോ. അവൻ കണ്ടിട്ടുള്ളതിനെ അവൻ അടുക്കൽ വിളിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, യേശു അവളെ കണ്ടു അല്ലേ? യേശു അവളെ കണ്ടതിനാൽ അവളുടെ കൂന് മാറിയോ? ഇല്ല സഹോദരി, മാറിയില്ല. യേശു അവളെ തന്റെ അടുക്കൽ വിളിച്ചു. അവൾ വിളിക്കപ്പെട്ടതിനാൽ അവളുടെ കൂന് മാറിയോ? ഇല്ല, മാറിയില്ല. പക്ഷെ യേശു കണ്ടതിനെ, യേശു കർത്താവ് വിളിച്ചപ്പോൾ മടി കൂടാതെ അടുത്തു വന്നതിനെ, രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു അവളെ തൊട്ടു, അവളുടെ മേൽ കൈവച്ചു. കർത്താവ് കണ്ടിട്ടും സാഹചര്യങ്ങൾ മാറിയില്ല. കർത്താവെ, നീ എന്നെ വിളിച്ചു, നീ എന്നെ വിളിക്കപ്പെട്ടതിനാലും എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസമില്ല. അങ്ങനെയുള്ള കേസിൽ നോക്കി കർത്താവ് പറയുന്നു, അവന്റെ കരം നിന്റെ മേൽ വരും. എത്ര പേരത് വിശ്വസിക്കുന്നു? അവന്റെ കരം നിന്റെ മേൽ വരും. അവന്റെ കരം നിന്റെ മേൽ വന്നാൽ നീ ഒരിക്കലും പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. വാ തുറന്ന് പറഞ്ഞ്, എന്റെ തലമുറകളെ യേശു തൊടും, എന്റെ ഭർത്താവിനെ യേശു തൊടും, എന്റെ ഭാര്യയെ യേശു തൊടും,
എന്റെ ഭവനത്തെ കർത്താവ് തൊടും. എന്റെ രോഗത്തെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കും.